എന്തെങ്കിലും തന്നേ മോനെ. ആ മോനെ മോനെ. ആ ആ ആ ആ. അമ്മേ, എനിക്ക് IIT-യില് സ്റ്റേറ്റിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി അമ്മേ. എല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം അമ്മ. ഇത് എന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമല്ല മോനെ, ഇതിനെല്ലാം കാരണം ശ്രീ വിദ്യാനികേതൻ മാത്രമാണ്. നിന്റെ ഭാവി ഇനി അങ്ങോട്ട് സുരക്ഷിതമാണ്. താങ്ക് യു ശ്രീ വിദ്യാനികേതൻ. കട്ട് ടേക്ക് ഓക്കെ. താങ്ക് യു ലിസ. ഏയ്, താൻ ചേർന്നേ നിക്കത്തുള്ളോ? ഒരു ജോലി മര്യാദയ്ക്ക് ചെയ്യില്ല. അങ്ങോട്ട് മാർ. ഇന്ന് വേറൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ക്യാൻസൽ. ആ, ഐ ശരി, എം നോട്ട് madam. ഫ്രീ. അവിടെ തന്നെ നിക്ക്, ഞാൻ വിളിക്കാം. നിനക്കെന്താ ഇവിടെ കാര്യം? ഔട്ട്. കാർ തിരിച്ചിട്ടേക്ക്. ലിസ, കാർ റെഡിയാണ്. സാൻഡ്വിച്ച് എന്തെങ്കിലും ഓർഡർ ചെയ്യണോ? എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി ഓർഡർ ചെയ്തിട്ട് താൻ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ ലിസ, എല്ലാം ഓക്കെ ആണോ? ലിസ, Whatever, Vicky. വാട്ട് യു മീൻ? What I mean is, this is bullshit. I'm Lisa Smith, India's top model for heaven's sake. നിനക്ക് ആ കാര്യം ഓർമ്മയുണ്ടോ ഇല്ലയോ? ലിസ, കമോൺ. അത് 10 വർഷങ്ങൾക്ക് മുമ്പാ. അതൊക്കെ മാറി. നീ കാര്യങ്ങൾ മനസ്സിലാക്ക. നിനക്ക് ശേഷം 10 മോഡൽസ് ഇന്ത്യയിൽ ടോപ്പ് ആയിട്ടുണ്ട്. മനസ്സിലായോ? ഈ ജോലി എങ്ങനെ കിട്ടിയല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കുക. അതൊക്കെ പോട്ടെ. ഓക്കെ, കാർ റെഡിയാണ്. നീ പുറത്തേക്ക് പോ. Hi, Zeus. Come here, come here, come here. How are you, baby? Did you miss me? Hey, Lisa. Hi, Priya. Hey, how was your day? ഏത് ഡേ? ഏതിടെന്ന് വെച്ചാ what? പ്രിയ. പ്രിയക്ക് എന്താ ഇവിടെ കാര്യം? Priya, nothing. Casual, as usual. അത് ഞാൻ വിശ്വസിക്കണോ? DK നിങ്ങളോടാ. What's going on? ചില കാര്യങ്ങൾ അറിയാതെ ഇരിക്കുന്നതാണ് നല്ലത്. Are you sleeping with her? Like I said, ചില കാര്യങ്ങൾ അറിയാതെ ഇരിക്കുന്നതാണ് നല്ലത്. Okay? DK പറഞ്ഞിട്ട് പോവാൻ. That was a $5,000 watch, you bloody bitch! Okay. ചോദിക്ക് പ്ലീസ് പ്ലീസ്. ഓൾറൈറ്റ്. നിനക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഇറ്റ്സ് ഓവർ. 5 years. 5 years. It's a very long time. നീ എത്രയും വേഗം വേറെ സ്ഥലം നോക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. The cunning wolf changed his mind
and decided to eat up രണ്ട് the മാസത്തിൽ ഒരു old ട്രാൻസ്ഫർ man. വെച്ചോണ്ട് അമ്മ എന്റെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാന്ന് വെച്ചാൽ അത് കഷ്ടപ്പാടാ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മയ്ക്ക് പെട്ടെന്ന് USA വിസ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവാനാ? പേപ്പേഴ്സ് റെഡി ആവാൻ വേണ്ടി 2 months ആവും. എന്റെ ലീവ് ഒക്കെ ആണെങ്കിൽ കഴിഞ്ഞും പോയി. ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കണ്ട. ഞാൻ എവിടേക്കും വരുന്നില്ല, ഇവിടെ തന്നെ നിന്നോളാം. അയ്യോ, അതെങ്ങനെ ശരിയാവുമേ? അടുത്ത 3 മാസത്തിനകം കൺസ്ട്രക്ഷൻ ആരംഭിക്കും. ആ ഇപ്പോഴാ ഓർമ്മ വന്നേ. ആ കാര്യത്തെ കുറിച്ച് പറയണമെന്ന് വിചാരിച്ചതാ, മറന്നുപോയി. പേപ്പേഴ്സ് ഒക്കെ ആ ടേബിളിന് മുകളിലുണ്ട്, എടുത്തു കൊടുത്തേക്ക്. ഈ വീട് ഞാൻ വിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അമ്മ എന്താ വീണ്ടും പഴയതുപോലെ സംസാരിക്കുന്നേ? നമ്മൾ മാത്രമല്ല, പുറകിലുള്ള 4 പേരും ചേർന്ന് ഫ്ലാറ്റ് കിട്ടുന്നുണ്ട്. അമ്മ ഇപ്പൊ സൈൻ ചെയ്തില്ലെങ്കിൽ എല്ലാം നിന്നു പോകും. അമ്മ 6 മാസം ഇവന്റെ കൂടെയും 6 മാസം എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് അപ്പാർട്ട്മെന്റ് റെഡിയായി കിട്ടും. അപ്പൊ നമുക്ക് 2 ഫ്ലാറ്റ് കിട്ടില്ലേ? ഒന്ന് റെന്റിന് കൊടുക്കാം, ഒന്ന് അമ്മയ്ക്ക് താമസിക്കുകയും ചെയ്യാം. അജയ്, ഫ്ലൈറ്റിന് ടൈമായി. ഒന്നുകൂടെ ആലോചിക്കമ്മേ. So he said, won't it be nice for you? He looked at the house. ശരി അമ്മ. and അജയനെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാ. നാളെ അവർക്ക് സ്കൂളുണ്ട്. രണ്ടുപേരും എഴുന്നിട്ട് വന്നേ. എഴുന്നേക്ക്. എടുക്ക് എടുക്ക്. ഇങ്ങോട്ട് താടാ. എഴുന്നേക്ക്, എഴുന്നേക്കാൻ. നീ എന്താ കളിക്കുവാണോ? വെറുതെ ആവശ്യമില്ലാതെ എന്റെ കൈക്ക് പണിയുണ്ടാകല് പറഞ്ഞേക്കാം. ഇങ്ങോട്ട് എടുക്കടാ. ആ എടോ പന്നക്കളവ, ഇതിനു മുമ്പ് തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്നെ ഞാൻ എടോ വാടോ. പറയാനിയാ. എന്തൊരു ദുരിതം പിടിച്ച ജീവിതം ഇത്. ആ പിന്നെ കൃത്യമായിട്ട് പറഞ്ഞ 10 മാസം ജീവിതമാകെ നശിച്ചു പോയി. അതിരിക്കട്ടെ, നിനക്കെത്ര വയസ്സായി? 19. 19 വയസ്സിൽ ജീവിതം നശിച്ചു പോയെന്ന് നീ പറയുന്നു. എനിക്ക് 50 വയസ്സായി. അപ്പൊ എന്റെ കാര്യമോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താ സംഭവം? ആ ഒന്ന് വേഗം പറ.
എന്തുവാടേ നിന്റെ അച്ഛനെപ്പോഴും വീടിന്റെ മുന്നിൽ മാത്രമേ കുത്തിയിരിക്കത്തുള്ളൂ ഒരുമാതിരി തെരുവ് നായ പോലെ. തെരുവ് നായാണെങ്കിൽ വേറെ ഏതെങ്കിലും നായ വന്നാ അതതിന്റെ പുറകെ എങ്കിലും ഓടും. എന്റെ അച്ഛൻ അങ്ങോട്ടും തിരിയില്ല ഇങ്ങോട്ടും തിരിയില്ല. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അയ്യോതായിരിപ്പുണ്ട്, അങ്ങോട്ട് നോക്കണ്ട. എന്താടാ നിനക്ക് ഇപ്പോഴാ സൂര്യൻ ഉദിച്ചേ? അവിടുത്തെ ദർശനം കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തിരിക്കായിരുന്നു ഞാൻ. ജീവിക്കാൻ സമ്മതിക്കില്ല നീയൊക്കെയല്ലേ? നാട്ടിലെ പ്രായപൂർത്തിയായ പെമ്പിള്ളാരെ ഒന്നും ജീവിക്കാൻ അനുവദിക്കില്ല. എടാ ഈ ഏരിയയിൽ എങ്ങാനും കാല് കുത്തിയാ ആ കാല് ഞാൻ തല്ലി ഒടിക്കുമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിന്നെയൊക്കെ കൊണ്ട് നാടിന് ഒരു ഉപകാരവും ഇല്ലല്ലോടാ. നശിക്കാൻ പറയുന്നോമാരെ ഒരു തവണ പറഞ്ഞാൽ എന്താ നിന്റെയൊക്കെ തലയ്ക്കകത്ത് കേറില്ലേ? അതോ നീയൊന്നും മനുഷ്യന്മാരെ അല്ലേ? എന്താ നിങ്ങൾ കുറെ നേരമല്ലേ ചിലക്കാൻ തുടങ്ങിയിട്ട്? ആ നിങ്ങളുടെ പറച്ചിലേടാ നിങ്ങളുടെ ചെറുമോളാണ് ഇവിടുത്തെ രമ്പയും തിരുവത്തം എന്നൊക്കെ. മര്യാദക്ക് അല്ലെങ്കിൽ പൊക്കിയെടുത്തോണ്ടങ്ങ് പോകും. എന്താ കാണണോ? എടാ കള്ളത്തമ്മാടി, നീ പൊക്കിക്കൊണ്ട് പോവോ? എന്റെ പേരുകുട്ടിയെ നീ പൊക്കിക്കൊണ്ട് പോവാടാ. ഞാനൊന്നും കാണണ്ടേ? ആ ഞാൻ കൊണ്ടുപോകും. നിങ്ങളുടെ കൺമുന്നിൽ കൂടെ തന്നെ കൊണ്ടുപോകും. എന്താ നോക്കിയിരുന്നോ? എടാ എടാ സുഴിയാൻ പറഞ്ഞവനെ നോക്കിക്കോടാ. നീ പുറകെ പോവത്തേ ഉള്ളൂ. നശിച്ചു പോവാടാ. അവൻ പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ? എന്തിനാണ് ഈ തല്ലുപിടിക്കുന്നത്? നീയൊക്കെ ആദ്യം അകത്ത് പോയേ. അഹങ്കാരികളെ, നീയൊക്കെ കാരണം എന്റെ മാനം മൊത്തം പോയി. പോടി പോടി അകത്ത്. എടാ നീ ഒരു കാലത്ത് നന്നാവില്ലടാ. ചത്താലും നിനക്ക് ഗതി കിട്ടത്തില്ലടാ. നീ നശിച്ചു